ഞാൻ ആദ്യമായിട്ടാണ് അനിത്തേട്ടൻ്റെയും അർജുൻ്റെയും അഭിലാഷിൻ്റെയും കൂടെ ഒരു വേദി ഒരുമിച്ച് പങ്കെടുക്കുന്നത്. അതൊരു പുതിയൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണെങ്കിലും സിനിമയിൽ ഇതുവരെ അങ്ങനെ സഹകരിച്ചിട്ടില്ല. അച്ഛൻ്റെ കൂടെ അശോകൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അർജുൻ്റെ കൂടെ ഞാൻ സിനിമകൾ ചെയ്തിട്ടില്ല. വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സ് ഒരാളാണ്. പ്രമേയം എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കണ്ടാൽ മതി അർജുൻ എന്ന് പറയുന്ന താരം ആരാണെന്ന് അറിയാൻ വേണ്ടി. ഇനിയും ഒരുപാട് ഗംഭീര കഥാപാത്രങ്ങൾ നമുക്ക് അർജുനിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് അഭിലാഷ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ചെറുപ്പക്കാരനാണ്. അവൻ മാളികപ്പുറം എന്ന് പറയുന്ന ഒറ്റ ചിത്രം കൊണ്ട് ജനങ്ങളുടെ മനസ്സിലെ ആത്മീയതയെ വീണ്ടും ഒന്നും കൂടി ഉണർത്തിവിട്ട ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ ഓഫ്കോഴ്സ് അജിത്തേട്ടനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഓരോ നിയോഗമുണ്ട് ജീവിതത്തിന്. ഓരോ നിയോഗങ്ങളുണ്ട്. തിരിച്ചറിയുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ നിയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. എത്രയോ കുടുംബങ്ങളാണ് അജിത്തേട്ടന്റെ ഒരു കരങ്ങളിലൂടെ അല്ലെങ്കിൽ ആ സംരക്ഷണയിലൂടെ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് മാത്രമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം വേറൊരാൾക്ക് കൊടുക്കും. പക്ഷെ അദ്ദേഹം ഈ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അറിയാൻ പറയുന്നത് നിയോഗം എന്ന് പറയുന്നത് എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ദൈവം യോഗിച്ചത് എന്നുള്ളതിന്റെ സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സുണ്ടാവണം. അത് വളരെ കാര്യം തന്നെയാണ്. പക്ഷെ മനസ്സുണ്ടാവണമെങ്കിൽ ആ തോന്നൽ ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് തീർച്ചയായിട്ടും എന്താ പറയുക, അതൊരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഒന്നത്. പിന്നെ ഈ അമ്പലത്തിലേക്ക് വരവെന്ന് പറയുന്നത് അതും നമ്മൾ പറയുന്നത് ഞാൻ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളതല്ല അവിടെ വലിയൊരു കാര്യം. നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ എന്താ പറയുക പെർമിഷൻ കൊടുക്കാതെ ഒരു വ്യക്തിക്ക് നമ്മുടെ വീടിനകത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഒരു ഭഗവാൻ ഒരു അമ്പലത്തിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ ചൈതന്യം അല്ലെങ്കിൽ അവിടുത്തെ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും അവിടുത്തെ ഒരു വീടില്ലാതെ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ ഞാനിവിടെ ഗണപതി അമ്പലത്തിലൂടെ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു രക്ഷയില്ല. അവിടെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോകാൻ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ശീല അതെങ്ങനെയാണ് ഒരു ദൈവമായി മാറുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു തിരുത്തച്ഛനൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും പവർഫുൾ ആയിട്ട് നയിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെന്ന് പറയുന്ന വ്യക്തിയിലെ ഓരോ കഥാപാത്രങ്ങളാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ മൈൻഡ് കൊടുക്കുന്നത്. ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ് അതിലേക്ക് വന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ അമ്പലങ്ങളും ഇത്രയും പവിത്രതയുള്ളതായി മാറുന്നത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യമാണ്. പണ്ട് ഞാൻ ഈ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോകുന്നത് മസ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ അമ്പലത്തിൽ പോകണ്ട എത്ര ആണല്ലോ. അപ്പൊ ചെറുപ്പത്തിലേക്ക് നമ്മൾ അമ്പലത്തിൽ പോകുന്നതിൽ മടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയൊക്കെ പറയും അമ്പലത്തിൽ പോകാ എന്തി പരീക്ഷയല്ലേ. അപ്പൊ നമ്മുടെ മനസ്സിൽ പരീക്ഷ സമയത്താണ് അമ്പലത്തിൽ പോകേണ്ടത്, അല്ലെങ്കിൽ കർണാടക വരുമ്പോഴാണ് അമ്പലത്തിൽ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ചെല്ലുന്നു, അമ്പലത്തിൽ പോകുന്നു, ദൈവമൊക്കെ കഴിക്കുന്നു, ശത്രുസമയ പുഷ്പമില്ല, ഇതൊക്കെ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ പരീക്ഷയ്ക്കൊന്നും പാസ്സാവുന്നതിന് വലിയ മാർഗം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വീട്ടിലൊന്നും പറയുന്നത് നമ്മ അമ്പലത്തെ അമ്പലത്തിൽ കൊടുക്കുന്നൊരു കാര്യമില്ല, ഒരു കാര്യമില്ല, ഒന്നും നടക്കുന്നൊന്നുമില്ല, പരീക്ഷയ്ക്ക് വലിയ മാർക്കൊന്നും കയറിയിട്ടില്ല എന്ന് പറയും. പക്ഷെ കുറച്ചുകൂടി വെള്ളിയാഴ്ചയൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥന മാത്രം നടക്കുന്നുള്ളൂ, പ്രവൃത്തി നടക്കുന്നില്ല, പഠനമൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥന മാത്രം നടക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. പ്രവൃത്തിയും പ്രാർത്ഥനയും കൂടി പ്രവൃത്തിയും പ്രാർത്ഥനയും കൂടി ചേർന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ള കാര്യം എനിക്ക് അപ്പം മനസ്സിലായി. അതൊരു ആക്ടറായി കഴിയുമ്പോൾ മനസ്സിലായി. അറിയൂ. കാരണം നമുക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സിനിമ നടനാവണം. പക്ഷെ എന്താ പറയുക, എത്രയോ വർഷങ്ങൾ നടന്നു. പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നത്, കൂടെ പ്രവൃത്തി ഉണ്ടായിരുന്നു, ഓരോ കാര്യം ചെന്നിട്ടുകയും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവത്തിനെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ എന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. പ്രാർത്ഥന മാത്രമല്ല, അതിനുവേണ്ടി
മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചൈതന്യമുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുള്ളത്. അപ്പോൾ പ്രാർത്ഥനയും പ്രവൃത്തിയും ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സക്സസ്ഫുൾ ആവാനോ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയണം. ഇത് കഴിഞ്ഞിട്ട് എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 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 ഇത് മഴ പറഞ്ഞു വൈദ്യുതി പറഞ്ഞു ഇതിനൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ആയിപ്പോയത് പറഞ്ഞു. അതായത് ഞാനൊരു പടത്തിന് ഷൂട്ടിംഗ് വന്നാൽ എനിക്ക് തോന്നുന്നത് വൈദ്യുതി നിന്ന് ഇതിൽ പോയതാണെന്ന് തോന്നുന്നു. കത്തനാരെന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്ക് എൻ്റെ കഴിഞ്ഞിരുന്നു. ഇനി കുറച്ച് ചെറിയൊരു പാസ്റ്റേക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ മെനായിനെ കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് 2 ദിവസം കഴിഞ്ഞു. പിന്നെ ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഷാജി ബാബൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നൊരു വാർത്തകളുണ്ട്. തിരക്കും എല്ലാ തീർക്കുന്ന മുമ്പിൽ ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. എന്തോ കേട്ടില്ല? എന്തെങ്കിലും ചോദിക്കണ്ടോ? പൈസ എന്തോ കേട്ടില്ല? ഷാജി ബാബൻ ആക്ച്വലി ഈ സമയത്ത് പറയാൻ ഒരു ഡയലോഗുണ്ട്. ഷാജി ബാബിൻ്റെ ഡയലോഗുണ്ട്. പുള്ളി വന്ന് പറഞ്ഞ എൻ്റെ ദേഹത്തോട്ട പിന്നെ അവൻ്റെ വിദ്യയിരുന്ന് പാപ്പന പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ദേഹത്തോട്ട പിന്നെ അവന്റെ വിധി എഴുതുന്നത് ഇന്ത്യയാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ വലിയൊരു എന്താ പറയുക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ ഉടൻ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്നുകൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കാം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ ഷൂട്ടിംഗ് നടക്കാണ്. നിങ്ങൾ വിട്ടോട്ടെ എന്തോ ഇത് ഫോട്ടോ ഇവർക്കും പറയുന്നത് ഇതിന്റെ എറണാകുളത്തിലെ പോകുന്നതല്ല, വീട്ടിൽ കൊല്ലത്തിൽ പോയാൽ മതി. അപ്പോ എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. വേറെ ഒന്നുമില്ല, അതായത് വേറെ ഒന്നുമില്ല. നമ്മുടെ ഇപ്പോ സാധാരണ ഒരുപാട് അതിന് ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവര്, പാട്ട് പാടുന്നവര് എല്ലാവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് ആ വേദി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഒരു കലാകാരനാണ് വേറെ ഒന്നുമല്ല. ഈ ഇവിടെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാൻ കുട്ടിയില്ല, ദിവ്യാംഗനല്ലേ പേര് പറഞ്ഞ എന്താ പേര് പറഞ്ഞ അതെ ഞാനല്ലേ എന്താണ് ഭയങ്കര ഗംഭീര പാട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോ ഇതുപോലത്തെ കുറെ കലാകാരന്മാർക്ക് കൂടി അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പേരിൽ കൂടി നാട് അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് കലാകാരന്മാര് ഉണ്ടാവട്ടെ. കാരണം വേദി കിട്ടാത്തത് കൊണ്ട് മാത്രം ചിലപ്പോ എന്താ പറയാ രക്ഷപ്പെടാത്ത കുറെ പേരുണ്ടാവും. അവർക്കും ഒരു മാതൃകയാവട്ടെ ഈ വേദിയിൽ കൂടി പറഞ്ഞ് ഈ ഒരു നല്ല നിമിഷം ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അടുത്ത വർഷം മറ്റന്നാൾ വരാൻ പറ്റില്ല കാണാം കേട്ടോ. ഓക്കെ, ഇപ്പോ ആസിഫലിയുടെ എല്ലാ സിനിമകളും വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ ലിസ്റ്റിലേക്ക് ഈ സിനിമയോടെ ആസിഫിനെ ചേർത്ത് വയ്ക്കപ്പെട്ടത് എല്ലാവരും ആശംസിക്കുന്നു. സൈഡ്